കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി പാറശാല സ്വദേശി ഷാരൂൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. ഷാരൂണിന്റെ പെൺസുഹൃത്തായിരുന്ന പാറശാല സ്വദേശി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇന്ന് രാവിലെ തന്നെ തെളിവ് നശിപ്പിച്ചെന്ന കുറ്റമാണ് നിർമ്മലകുമാരൻ നായരുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം ഒന്നാം പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് ഷാരൂണിന്റെ സഹോദരൻ ഷീമോൻ രാവിലെ ജനൻ ടിവിയോട് പറഞ്ഞു. ആ വാക്കുകളിലേക്ക് ആദ്യം. വധശിക്ഷ തന്നെയായിരുന്നു ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു സാറും വാദിച്ചത്. അതിനുവേണ്ടിയുള്ള എല്ലാ പോയിന്റ്സും സാറൊന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി വിധി ഇന്ന് വരും. അപ്പോൾ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഒരിക്കലും പ്രതിഭാഗം പറഞ്ഞത് വെച്ചിട്ട് സ്വാധീനപ്പെടുമെന്നോ അല്ലെങ്കിൽ അതൊരു ശിക്ഷയെ കുറയ്ക്കുമെന്നോ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഒരു മാതൃകാപരമായിട്ട് സമൂഹത്തിന് മാതൃകാപരമായിട്ടുള്ളൊരു വിധി തന്നെയായിരിക്കും ഞങ്ങൾക്ക് നീതി കിട്ടുന്ന ഒരു വിധി തന്നെയായിരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, സ്വന്തം സഹോദരനെയാണ് അതിപൈശാചികമായ നിലയിൽ ഗ്രീഷ്മ കൊലപ്പെടുത്തിയത്. ആ ഒരു വൈകാരികത ഇതുവരെയും ആ വീട്ടിൽ നിന്ന് മാറിയിട്ടില്ല. അതുതന്നെയാണ് സഹോദരൻ പറഞ്ഞത്. സമൂഹത്തിൽ ഇനി ഇതുപോലൊരു കൊലപാതകം ഉണ്ടാകാതിരിക്കട്ടെ, ഇതുപോലെ തൻ്റെ സഹോദരനെ പോലെ മറ്റൊരാൾക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ. അതുകൊണ്ട് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും ആ കുടുംബം പ്രതീക്ഷിക്കുന്നില്ല ഈ കേസിൽ. രജനി സൂചിപ്പിച്ചതുപോലെയാണ് 2022 ഒക്ടോബർ 14 മുതൽ ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാരോണിന്റെ വീട്ടിലാണ്, പാറശാലയിൽ. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും കറുത്ത നാളുകളാണ്. ആ കറുത്ത നാളുകൾക്കൊരു വിരാമമാകും ഈ വിധി എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. 2 വർഷത്തെ നിയമ പോരാട്ടം, ആ നിയമ പോരാട്ടത്തിന് ശേഷം ഇന്ന് അന്തിമമായി കോടതിയുടെ ഭാഗത്തുനിന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പോകുന്നു. വധശിക്ഷയിൽ കുറഞ്ഞൊന്നും ഷാരോണിന്റെ കുടുംബം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഷാരോണിന്റെ സഹോദരൻ ഷിമോൻ നമ്മളോടൊപ്പം ജനം ടിവിയോടൊപ്പം അല്പസമയം മുമ്പ് പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. കാരണം ഒരു മാതൃകാപരമായ ശിക്ഷ ഗ്രീഷ്മയ്ക്ക് ലഭിക്കണം എന്നുള്ളതാണ്. പൈശാചികമായി ക്രൂരമായി ഗൂഢാലോചന നടത്തി സ്വന്തം സഹോദരനെ വകവരുത്തിയ പെൺകുട്ടിയോടുള്ള ആ ഒരു ദേഷ്യം ഇതൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ പൊതുസമൂഹത്തിനൊരു മെസ്സേജ് നൽകുന്ന രീതിയിലുള്ളൊരു വിധി ആയിരിക്കണം നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ വരേണ്ടതിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കുടുംബം ആഗ്രഹിക്കുന്നത്. എന്തായാലും 9:30-10 മണിയോട് കൂടി തന്നെ ഈ കുടുംബം പൂർണ്ണമായും നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിലേക്ക് പോകുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കോടതിയുടെ ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നുള്ളതായിരുന്നു സെഷൻസ് കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് അന്തിമവാദം മാത്രം പൂർത്തിയാക്കി കോടതി പിരിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും ഒക്കെ ഭാഗം കോടതി വിശദമായി തന്നെ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിഭാഗം വാദിച്ചപ്പോൾ ചില കാര്യങ്ങൾ ഖണ്ഡിച്ചിരുന്നു. അതായത് പ്രായം 24 വയസ്സാണ്. സ്വാഭാവികമായും ഗ്രീഷ്മയ്ക്ക് പ്രായത്തിൽ വെച്ചിട്ടൊരു ഇളവ് നൽകണം. ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കാനുള്ള അനുമതി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെ 10 വർഷത്തിൽ കുറഞ്ഞ ശിക്ഷ നൽകുക എന്നുള്ളതാണ്. അതായത് തെറ്റ് ചെയ്യപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഒരു ദുർഗുണ പരിഹാര പാഠശാല എന്നതിന് സമാനമായ രീതിയിൽ ഒരു തെറ്റ് തിരുത്താനുള്ളൊരു അവസരം കോടതി നൽകണം എന്നുള്ളതാണ് പ്രതിഭാഗം വാദിച്ചിരിക്കുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ വാദിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, പ്രോസിക്യൂഷന്റെ പക്കലുള്ള ചില തെളിവുകളൊക്കെ അതിനിർണായകമാണ്. കാരണം ചെകുത്താനെ പോലെ പെരുമാറി ഗ്രീഷ്മ എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു രീതിയിലും മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ഗ്രീഷ്മ പെരുമാറി ഇഞ്ചിഞ്ചായി ഒരു യുവാവിനെ കൊന്നു. യുവാവിനെ മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് ഗ്രീഷ്മ ഇല്ലായ്മ ചെയ്തത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ പ്രതിഭാഗത്തിനെ കണ്ണിച്ചുകൊണ്ട് വാദിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും മനുഷ്യത്വമില്ലാത്ത ഒരു നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മനുഷ്യ മനസാക്ഷിയിൽ അടക്കം നാണം കെടുത്തി സംഭവം കൂടിയാണ് ഗ്രീഷ്മ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ തക്കതായ ശിക്ഷ വേണം. വധശിക്ഷയിൽ കുറഞ്ഞൊന്നും തന്നെ പ്രോസിക്യൂഷനും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ 11 മണിയോടുകൂടി കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കേസായിട്ടാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഷാരോൺ വധക്കേസ് പരിഗണിക്കാൻ പോകുന്നത്. കോടതി കൂടിയാൽ ഉടൻ തന്നെ കേസ് വിളിക്കുന്നു, ഒപ്പം തന്നെ വിധി പ്രസ്താവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശിക്ഷാവിധി കാരണം ഇനി വലിയ രീതിയിലുള്ള വാദങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസ്കഷനുകളോ ഒന്നും തന്നെ ഇല്ല. ഡയറക്റ്റ് വിധി പറയുക എന്നുള്ള ഒരു ഘടകം മാത്രമാണ് ഇന്ന് ഉള്ളത്. എന്തായാലും അത്തരത്തിലൊരു നടപടിക്കായി കാത്തിരിക്കുകയാണ് കുടുംബം. അല്പസമയത്തിനകം ഇവിടെ നിന്ന് കോടതിയിലേക്ക് പുറപ്പെടും. തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരം മട്ടക്കുളങ്ങര വനിതാ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്ന ഗ്രീഷ്മയെയും പോലീസിന്റെ അകമ്പടിയോടുകൂടി വാഹനത്തിൽ കോടതിയിലേക്ക് എത്തിക്കും. ഇരുവരുടെ സാന്നിധ്യത്തിലായിരിക്കും അതിനിർണായകമായ ഒരു കേസിന്റെ നിർണായകമായ വിധി ഇന്ന് പ്രസ്താവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്യപൂർവമായ ഒരു കേസാണ് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസവും വാദിച്ചിട്ടുള്ളത്. അത്തരത്തിൽ തന്നെയാണ്. കാരണം 2022
2022 ഒക്ടോബർ 14 ഈ സംഭവം നടക്കുന്നു. ഒരു അസ്വാഭാവിക മരണം എന്ന രീതിയിൽ ആദ്യം എഴുതി തള്ളാൻ പോയൊരു കേസ്, പിന്നീട് കുടുംബത്തിന്റെ ചില സംശയങ്ങൾ, ഒപ്പം തന്നെ ചില ഫോൺ രേഖകൾ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് സഹോദരൻ ഷിമോണിനടക്കം തോന്നിയ ചില സംശയങ്ങളാണ് ഇന്ന് കേസിൽ ഏറ്റവും ഇപ്പോൾ ഷാരോൺ കേസ് പ്രതി ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുക. എന്തായാലും ഇന്ന് നിർണായകമായ വിധി വരുന്ന ഒരു ദിവസമാണ്. അതിന് മുൻപായിട്ട് ഗ്രീഷ്മയുടെ വൈദ്യപരിശോധന ആക്കണം. അതിനുശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ.